ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. റീസെൻ്റ്ലി ഞാൻ കുറച്ച് റെസിൻ വർക്ക് റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം കൂട്ടുകാർ വാട്സപ്പിലും അല്ലാതെയുമായിട്ട് അവർക്ക് റെസിൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നും അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗ്ഗം നോക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ റെസിൻ വർക്കുകളൊക്കെ പഠിച്ച് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും വീട്ടിലിരുന്ന് വരുമാന മാർഗ്ഗം നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഇന്നത്തെ വീഡിയോ കൂടി ഞാൻ പറയുന്നുള്ളൂ. ആദ്യമായിട്ട് കാണുന്നവർക്ക് എല്ലാം കൂടെ കേൾക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവാനും അതുപോലെ തന്നെ എന്നെക്കൊണ്ട് പറ്റില്ലായിരിക്കും എന്ന തോന്നലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് വളരെ മിനിമൽ ആയിട്ടുള്ള ബേസിക് ഡീറ്റെയിൽ മാത്രം ഈ ഒരു വീഡിയോ കൂടെ പറയുന്നത്. പിന്നെ ഒരു ഗീവ് അവേ അനൗൺസ്മെന്റ് കൂടി ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യം തന്നെ നമുക്ക് റെസിൻ എന്താണെന്ന് നോക്കാം. പ്ലാന്റ്സിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ലബോറട്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടുള്ള ദ്രാവക പദാർത്ഥമാണ് റെസിന്. റെസിൻ്റെ ഉപയോഗം ഒരുപാട് വിധത്തിലുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റിലേറ്റഡായി വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ലിക്വിഡ് ഫോമിലുള്ള റെസിന് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ കട്ടിയുള്ള ഒരു വസ്തുവായിട്ട് മാറും. അത് ഏത് രൂപത്തിൽ കിട്ടണം എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന മോൾഡ് അനുസരിച്ചും ചൂസ് ചെയ്യുന്ന ഡിസൈൻ അനുസരിച്ചും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. റെസിൻ വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫോട്ടോ ഫ്രെയിംസ്, കീ ചെയിൻസ്, ബുക്ക് മാർക്കുകൾ, ഹോം ഡെക്കർ ഐറ്റംസ്, ഇതൊക്കെ അതിചുരുക്കം ചിലതും മാത്രമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രിയപ്പെട്ട കാര്യങ്ങൾ പ്രിസർവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് റെസിൻ വർക്കുകൾ വഴി ഈസി ആയിട്ട് പറ്റും. ആദ്യമായിട്ട് റെസിൻ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു ബിഗിനർ ഫ്രണ്ട്ലി കിറ്റ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബൾക്കായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. 400 രൂപ മുതൽ 600 രൂപ വരെയുള്ള റേഞ്ചിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇതുപോലത്തെ ബിഗിനർ ഫ്രണ്ട്ലി കിറ്റ് കിട്ടും. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി കിറ്റിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് റെസിൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലൊരു നിശ്ചിത അളവിൽ ഹാർഡനറും കൂടെ മിക്സ് ചെയ്യണം. അതിന്റെ അളവ് എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന റെസിന്റെ ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അതിന്റെ പ്രൊപ്പോർഷനും 3:1, 2:1 അതല്ലെങ്കിൽ 1:1 അങ്ങനെ വ്യത്യാസം ഉണ്ടായിരിക്കും. ചില ബ്രാൻഡുകൾ അളവ് വെച്ചിട്ടാണ് റെസിൻ സെല്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്പൂണാണ് നമ്മൾ അളവായിട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ 3:1 ആണെങ്കിൽ ആ സ്പൂണിൽ 3 പ്രാവശ്യം റെസിനും 1 പ്രാവശ്യം ഹാർഡനറുമാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നാൽ മറ്റ് ചില ബ്രാൻഡുകൾ വെയിറ്റ് വെച്ചിട്ടായിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് 3:1 പ്രൊപ്പോർഷൻ തന്നെയുള്ള റെസിൻ ആണെങ്കിൽ 300 മില്ലി റെസിൻ എടുത്താൽ 100 മില്ലി ഹാർഡനർ ആയിരിക്കും അളവായിട്ട് എടുക്കേണ്ടത്. എന്തായാലും റെസിൻ്റെ അളവ് ചൂസ് ചെയ്യുന്ന ബ്രാൻഡ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അവരുടെ ഇൻസ്ട്രക്ഷൻസിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രം മതി. അടുത്ത മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് റെസിൻ വർക്ക് ചെയ്യുന്നവർ എപ്പോഴും ഗ്ലൗസും മാസ്കും യൂസ് ചെയ്യണമെന്നുള്ളതാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ അത് യൂസ് ചെയ്യാതിരുന്നാലും ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും വരിക. മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് റെസിൻ്റെ ഉപയോഗം കൊണ്ട് തലവേദന കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മിക്കപ്പോഴും ചിലർക്ക് സ്കിൻ അലർജീസും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഗ്ലൗസും മാസ്കും യൂസ് ചെയ്ത് തന്നെ നമ്മൾ വർക്ക് ചെയ്യണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആദ്യമായിട്ട് റെസിൻ ആർട്ട് വർക്ക് ചെയ്യുന്നവർ വളരെ കുറച്ച് അളവിൽ മാത്രം എടുത്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കാണുമ്പോൾ ഇച്ചിരിയേ ഉള്ളതെന്ന് തോന്നുമെങ്കിലും വർക്ക് ചെയ്ത് വരുമ്പോൾ ആവശ്യത്തിൽ കൂടുതലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റിൻ്റെ അളവനുസരിച്ച് ആവശ്യത്തിനുള്ളത് മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇരിക്കുന്ന സമയത്തിനനുസരിച്ചിട്ട് ഈ ലിക്വിഡ് കട്ടിയായി തുടങ്ങും. അപ്പോൾ നമുക്ക് പിന്നെ ആ പ്രൊഡക്റ്റ് വേസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെറുതെ വേസ്റ്റ് ആക്കാതെ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് യൂസ് ചെയ്യുക. പിന്നെ എത്ര അളവ് എടുക്കണം എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ധാരണ വരും അടുത്ത വർക്കിന് എത്ര റെസിൻ എടുക്കണം എന്നുള്ളത്. ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, റെസിൻ വർക്കുകൾ എപ്പോഴും നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ചില ഐറ്റംസ് യൂസ് ചെയ്യുമ്പോൾ ഈ ലിക്വിഡിൻ്റെ റിയാക്ഷൻ കാരണം റിസൾട്ട് ചേഞ്ച് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ വൈറ്റ് കളറിലുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് ഈ ഒരു കീ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ റെസിൻ മിക്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കളർ ചേഞ്ചായി യെല്ലോ ആകുന്നുണ്ട്. ചില ഐറ്റംസിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കാണാൻ പറ്റും. എന്നാൽ ചില ഐറ്റംസിൽ 24 മണിക്കൂർ വെയിറ്റിംഗ് ടൈം വെക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു റിയാക്ഷൻ നടക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വന്തമായി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ സാമ്പിൾ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മെയിൻ വർക്കുകൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുള്ളൂ. വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഗിൽറ്റേഴ്സും ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ ചിലപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് വരുമ്പോൾ കളർ ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റെസിൻ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് 24 മണിക്കൂർ ഡ്രൈ ആകാൻ വെക്കണം എന്നുള്ളതാണ്. ബ്രാൻഡ് അനുസരിച്ച് ചിലതൊക്കെ 12 മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റ് ആവുന്നുണ്ട്. എന്നാലും എപ്പോഴും 24 മണിക്കൂർ വെയിറ്റിംഗ് ടൈമാണ് നല്ലത്. ഇടയ്ക്കിടെ ചെന്ന് തൊട്ട് നോക്കുന്നതും ഉണങ്ങിയോന്ന് നോക്കുന്നതും മോൾഡ് ഇളക്കി നോക്കുന്നതും ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. ബൾക്കായിട്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നത്, കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റിൽ കൂടെ ചോദിച്ചാൽ അതിനുള്ള റിപ്ലൈ കൂടെ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ഗിവ് അവേ അനൗൺസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നമ്മുടെ ഈ ഒരു വീഡിയോ 20K വ്യൂസ് ആകുമ്പോൾ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടിരിക്കുന്നവരിൽ നിന്നും ഒരാളെ ലൈവായിട്ട് പിക്ക് ചെയ്ത് അവർക്കൊരു ബിഗിനർ ഫ്രണ്ട്ലി റെസിൻ കിറ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീട്ടിൽ ഇരുന്നുള്ള വരുമാനമാർഗ്ഗം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ റെസിൻ ആർട്ട് വർക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ഹാപ്പിയായും പോസിറ്റീവും ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.